അപേക്ഷിക്കുന്നു. നമ്മൾ പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ്. വേദിയിലേക്ക് സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ട്രസ്റ്റുമാരെയും തിരുനാൾ കൺവീനർമാരെയും ക്ഷണിക്കുന്നു. ചായ കുടിച്ചു കഴിഞ്ഞവരെല്ലാവരും ദയവായി മുന്നോട്ട് വരിക. ഗുഡ് ഈവനിങ്. ഇടവക ദിനം സ്നേഹത്തിൻ്റെ, ഒരുമയുടെ, കൂട്ടായ്മയുടെ, സന്തോഷത്തിൻ്റെ കുടുംബദിനം. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ നാമത്തിലുള്ള നമ്മുടെ ഈ ഇടവക ദേവാലയത്തിൻ്റെ ഇടവക ദിനം ആഘോഷിക്കുന്ന ഈ വേദിയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സുദിനം നമ്മിൽ കർമ്മല മാതാവിനോടുള്ള ഭക്തിയും സ്നേഹവും നിരന്തരം ആ അമ്മയുടെ മാധ്യസ്ഥം തേടുവാനുള്ള പ്രചോദനവും ഉണർത്തട്ടെ. ഈ ആഘോഷം നമ്മുടെ കൂട്ടായ്മയുടെയും കരുതലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ദിനമായി തീരട്ടെ. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട്, കർമ്മല മാതാവിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട്, ദേവാനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട്, പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. ദേവസ്മരണയിലേക്ക് നമ്മെ നയിക്കുവാൻ മാതൃവേദി അംഗങ്ങൾ നമുക്കായി ഒരു പ്രെയർ സോങ് ഇവിടെ അവതരിപ്പിക്കുന്നു. പ്രെയർ സോങ്ങിനായി മാതൃവേദി അംഗങ്ങളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. കരുണാമയനേ കാവൽ വിളക്കി കനിവിൻ നാളമേ, പാപികൾക്കു വേണ്ടി വാർത്തു നീ നെഞ്ചിലെ നീതിമാൻ നിനക്കു തന്നതോ മുൾക്കിരീടഭാരവും, സ്നേഹലോലമായി തലോടാം കാനകേന്ദുവിൽ വിലോലം, സ്നേഹലോലമായി തലോടാം കാനകേന്ദുവിൽ വിലോലം. നിത്യനായ ദൈവമേ കാത്തിടണമേ, കരുണാമയനേ കാവൽ വിളക്കി കനിവിൻ നാളമേ, കരുണാമയനേ കാവൽ വിളക്കി കനിവിൻ നാളമേ. ഇടവക ദിനം
ഇടവക എന്ന കുടുംബത്തിന്റെ ദിനം. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിൽ നമ്മെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യേണ്ടത് ഈ കുടുംബത്തിന്റെ തലവനാണ്. ഈ കുടുംബ സമ്മേളനത്തിലേക്ക്, ഈ കലാസന്ധ്യയിലേക്ക് നമ്മെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുവാൻ സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട ഷാജി അച്ഛനെ ഈ സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ബിനുവച്ച, സ്നേഹമുള്ള സിസ്റ്റർ, കൈക്കാരന്മാരായ ജോണി, ജോൺ, നമ്മുടെ ജനറൽ കൺവീനറായ ജോസഫ് ദേവസി, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, നമ്മുടെ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് നമ്മളിന്ന് നമ്മുടെ ഇടവക ദിനം ആചരിക്കുകയാണ്. പ്രത്യേകമായിട്ട് നമുക്കറിയാം, ഓരോ ദിനാചരണത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഇടവക ദിനത്തിനും അതിൻ്റേതായ ഒരു പ്രത്യേകതകളുണ്ട്. നമ്മുടെ കൂട്ടായ്മയുടെ, സ്നേഹത്തിൻ്റെ, ഒത്തുചേരലിൻ്റെ ഒക്കെ ഒരു തലമാണ്. അങ്ങനെ നമ്മളെപ്പോഴും എല്ലാ തിരുനാളിനോടും അനുബന്ധിച്ച് നമ്മൾ ഇടവക കൂട്ടായ്മ അല്ലെങ്കിൽ ഇടവക ദിനം ആചരിക്കാറുണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരുമയോട് കൂടിയിട്ട് പരിപാടികൾ അവതരിപ്പിക്കുവാനായിട്ട് ഒത്തുചേരുകയും സംഘടനകളുടേതായാലും യൂണിറ്റിൻ്റെതായാലും ഒക്കെ അത് ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് ഈ ദിവസങ്ങളൊക്കെ എല്ലാവരും പരിശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ഒത്തുചേരലിൻ്റെ ഒരു കൂടിച്ചേരലിനും ഒക്കെ ഒരു സംഗമമായിട്ട് പരസ്പര വിശ്വസ്തതയുടെയും ഒക്കെ ഒരടയാളമായിട്ട് നമ്മുടെ ഇടവക കൂട്ടായ്മ, ആ ഇടവക കൂടുതൽ നല്ല രീതിയിൽ വളരുന്നു എന്നതിൻ്റെ സൂചകമൊക്കെയാണ് ഓരോ കുടുംബ ദിനാചരണങ്ങളും. അപ്പോൾ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ഇടവക ദിനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ബിനു അച്ഛനാണ്. അച്ഛന് പോകുവാനായിട്ടുള്ള തിരക്കുകളുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ പ്രോംപ്റ്റ് ചെയ്യാനായിട്ട് ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി വേറൊരു അച്ഛനെ അതിൻ്റെ ഇടയ്ക്ക് കയറ്റിയാൽ അവരുടെ കൺട്രോളൊക്കെ പോവും. അതുകൊണ്ട് അച്ഛന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് അച്ഛനിവിടെ ഇരിക്കുക. അപ്പോൾ ഏറ്റവും സ്നേഹപൂർവ്വം അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മദർ സുപ്പീരിയർ ഇന്ന് അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ധ്യാനം കൂടാൻ പോയിട്ട് പരിശുദ്ധാത്മാവ് കൂടുതലായിട്ട് പ്രവേശിച്ചു തോന്നുന്നു. അതുകൊണ്ട് വരുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന് പകരമായിട്ട് പരിശുദ്ധാത്മാവ് മതിയില്ലാത്ത ബീന സിസ്റ്ററിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് സിസ്റ്ററിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിനി സ്വാഗതം ചെയ്യുവാനായിട്ടുള്ളത് നമ്മുടെ ജനറൽ കൺവീനറാണ്, ജോസഫ് ദേവസിയാണ്. ഈ ക്രിസ്മസിൻ്റെയും തിരുനാളിൻ്റെയും ഒക്കെ ജനറൽ കൺവീനറാണ് ജോസഫ് ദേവസി. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന അദ്ദേഹത്തിന് 3 ചെറിയ കുട്ടികളെയും ഭാര്യയുമൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മളോട് കൂടെ ഇവിടെ ആയിരിക്കുകയും ഇന്നലെയൊക്കെ വളരെ സങ്കടത്തോടു കൂടിയിട്ട് ഭാര്യ 10 മണി മുതൽ വിളിക്കുന്നതാണ്. പോകാനായിട്ട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. അപ്പോൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജോസഫ് ദേവസിക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യുവാനായിട്ടുള്ളത് നമ്മുടെ ട്രസ്റ്റിമാരായ ജോൺ ജോസഫും MK ജോണിയുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സെക്രട്ടറിയുടെ അഭാവമുള്ളതുകൊണ്ട് അവരാണ് ഈ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക. കൈക്കാരന്മാരായ ജോണി കണക്കുകളുടെ കാര്യങ്ങൾ നോക്കുകയും അതുപോലെ തന്നെ ജോൺ ജോസഫ് നമ്മുടെ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് നമ്മുടെ ഈ യോഗത്തിൽ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്നത് ജോൺ ജോസഫാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇടവക പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അക്ഷീണം പരിശ്രമിക്കുന്ന MK ജോണിയെയും സ്വാഗതം ചെയ്യുന്നു.
ഞങ്ങളുടെ ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം കുറച്ച് നമ്മുടെ പള്ളി അല്പം ദൂരെയാണ്. എന്നിരുന്നാലും നമ്മുടെ സ്നേഹത്തെ പ്രതിയും ഒക്കെ ഇവിടെ എത്തിച്ചേരുകയും പരിപാടിയിൽ സന്നിധാനിക്കുകയും ചെയ്തിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ സ്വാഗതം ചെയ്യുവാനായിട്ടുള്ള നമ്മളെ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് നമ്മൾ സ്വാഗതത്തിൻ്റെ ആവശ്യമില്ല എങ്കിലും ഔപചാരികമായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക്, ഈ കുടുംബ ദിനത്തിലേക്ക്, ഇടവക ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മക്കളുടെ നല്ല പരിപാടികൾ കണ്ടാസ്വദിക്കുവാനും നമ്മുടെ കൂട്ടായ്മയുടെ തലങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ദീപം വെളിച്ചവും പ്രസന്നവുമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. അഗ്നി ദൈവത്തിൻ്റെ കരുതലിൻ്റെ സന്നിധായമായ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലത്തും നമുക്ക് കാണുവാൻ കഴിയും. ഈ കൂട്ടായ്മയെ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അപരൻ്റെ ജീവിതത്തിൽ പരസ്പരം വെളിച്ചമേകുന്നതിൻ്റെ പ്രതീകമായി ദീപം തെളിച്ച് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ വിശിഷ്ട അതിഥിയായ സ്നേഹബഹുമാനപ്പെട്ട ബിനു കുടുക്കാന്തടത്തിൽ അച്ഛനെയും നമ്മുടെ സ്വന്തം വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ഷാജി കുന്നേൽ അച്ഛനെയും പ്രസന്റേഷൻ കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ വിമലയെയും നമ്മുടെ ട്രസ്റ്റിമാരായ മിസ്റ്റർ ജോണി MK, മിസ്റ്റർ ജോൺ ജോസഫ്, തിരുനാൾ കൺവീനറായ മിസ്റ്റർ ജോസഫ് ദേവസൈ എന്നിവരെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല വിധത്തിലുള്ള റിപ്പോർട്ടുകൾ കാണാറുണ്ട്. ഇതിൽ ചിലതെല്ലാം സന്തോഷം നൽകുന്ന റിപ്പോർട്ടുകളാണ്. എന്നാൽ ചില റിപ്പോർട്ടുകൾ കയ്യിൽ കിട്ടുന്നത് വരെ നമുക്ക് ടെൻഷനായിരിക്കും. ഉദാഹരണത്തിന്, സ്റ്റുഡൻസ് ആയ ഞങ്ങൾക്ക് പ്രോഗ്രസ് റിപ്പോർട്ടാണ് ടെൻഷൻ തരുക. എന്നാൽ ഈ വേദിയിൽ പുറകിലിരിക്കുന്ന അമ്മച്ചിമാർക്ക് ചിലപ്പോൾ ബ്ലഡ് ഷുഗർ റിപ്പോർട്ടായിരിക്കും ടെൻഷൻ തരിക. എന്നാൽ ഒരു ടെൻഷനുമില്ലാത്ത നമ്മുടെ ഇടവകയുടെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായി സ്നേഹത്തോടെ നമ്മുടെ ട്രസ്റ്റിയായ മിസ്റ്റർ ജോൺ ജോസഫിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൗണ്ട് കാർമൽ ഇടവക കാമനകര ഹുണ്ടി മൈസൂർ 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ട്. 75ഓളം കുടുംബങ്ങൾ അടങ്ങിയ നമ്മുടെ ഇടവക ദൈവകൃപയാൽ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ സമാധാനവും ഭക്തി നിർഭരവുമായ ഐക്യത്തോടെ എല്ലാ തലത്തിലും തങ്ങളുടേതായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നു. 25ഓളം പേർ അടങ്ങുന്ന പാരിഷ് കൗൺസിൽ എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച യോഗം കൂടുകയും ഇടവകയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഇടവകയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്തു വരുന്നു. ഇടവകയുടെ വരവ് ചിലവ് കണക്കുകൾ യോഗത്തിൽ അവതരിപ്പിക്കുകയും അംഗീകാരം വാങ്ങുകയും ചെയ്തുകൊണ്ടുവരുന്നു.
വികാരിയച്ഛൻ്റെ മാർഗനിർദ്ദേശത്തോടെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക വഴി പാരിഷ് കൗൺസിലിൻ്റെ നേതൃപാടവം ഇടവകയെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു. ഇടവക മധ്യസ്ഥയായ കർമ്മല മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ 2024 ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ ആഘോഷിച്ചു. ഫെബ്രുവരി 2 വെള്ളിയാഴ്ച വികാരി ഫാദർ ഷാജി കുന്നേൽ തിരുനാളിന് കൊടിയേറ്റി. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ഹിങ്കൽ കത്തീഡ്രൽ വികാരി തോമസ് മംഗലത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫെബ്രുവരി 3 ശനിയാഴ്ചത്തെ കുർബാനയ്ക്ക് രൂപത വികാരി ജനറൽ ഫാദർ തോമസ് തെന്നാറ്റൽ കാർമ്മികത്വം വഹിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. തിരുനാൾ ദിനമായ ഫെബ്രുവരി 4 ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് റവറൻ ഫാദർ അഗസ്റ്റിൻ പയ്യമ്പള്ളി CMI മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ആഘോഷപരമായ തിരുനാൾ പ്രദക്ഷിണത്തിന് റവറൻ ഫാദർ സണ്ണി മുണ്ടയ്ക്കൽ MST നേതൃത്വം നൽകി. തിരുനാളിനോടനുബന്ധിച്ച് ഇടവക ദിനം ആഘോഷിച്ചു. റവറൻ ഫാദർ തോമസ് തെന്നാറ്റിൽ ദീപം കൊളുത്തി ഇടവക ദിനം ഉദ്ഘാടനം ചെയ്തു. റവറൻ ഫാദർ പ്രതീഷ് CMI മുഖ്യാതിഥിയായിരുന്നു. വിവാഹത്തിൻ്റെ സുവർണ ജൂബിലി, സിൽവർ ജൂബിലി ആഘോഷിച്ചവരെയും 75 വയസ്സിന് മുകളിലുള്ളവരെയും ആദരിച്ചു. എല്ലാ കുടുംബ യൂണിറ്റുകളുടെയും ഭക്തസംഘടനകളുടെയും കലാപരിപാടികളും അവതരിപ്പിച്ചു. ഇടവകയുടെ വാർഷിക ധ്യാനം ഫെബ്രുവരി 24, 25 തീയതികളിൽ നടത്തപ്പെട്ടു. റവറൻ ഫാദർ വർഗീസ് കൊറ്റാമ്പറമ്പിൽ VC ധ്യാന ചിന്തകൾ പങ്കുവച്ചു. നോമ്പുകാലത്ത് നടത്തപ്പെട്ട ധ്യാനം ആത്മീയമായ ഒരുക്കത്തിനും സന്തോഷത്തിനും കാരണമായി. ദുഃഖവെള്ളിയുടെ കർമ്മങ്ങൾ വൈകിട്ട് 4:30 ആരംഭിച്ചു. കർമ്മങ്ങൾക്ക് ഫാദർ ജിൻസൺ നേതൃത്വം നൽകി. വികാരിയച്ഛൻ വചന സന്ദേശം നൽകി. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ഭക്തി നിർഭരമായ കുരിശിൻ്റെ വഴി നടത്തി. യുവജനങ്ങളുടെ നേതൃത്വത്തിൽ കുരിശിൻ്റെ വഴിയുടെ ദൃശ്യാവിഷ്കാരം നടത്തി. യുവജനങ്ങൾ നടത്തിയ ദൃശ്യവിരുന്നിനെ എല്ലാവരും അഭിനന്ദിക്കുകയുണ്ടായി. ഉയർപ്പ് തിരുനാളിൻ്റെ തിരുക്കർമ്മങ്ങൾ ശനിയാഴ്ച രാത്രി 9 മണിയോടുകൂടി ആരംഭിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ അനീഷ് ചിറയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ച് വചന സന്ദേശം നൽകി. വാർഷിക പൊതുയോഗം ഏപ്രിൽ 21 നടത്തി. 2023-24 സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ച് പാസാക്കി. ഈ വർഷത്തെ കൈക്കാരന്മാരായി MK ജോണി, ജോൺ ജോസഫ് എന്നിവരെ തിരഞ്ഞെടുത്തു. സ്ഥാനമൊഴിയുന്ന സന്തോഷ് ജോസഫ്, പോൾ ആൻ്റണി എന്നിവർക്ക് വികാരിയച്ഛൻ നന്ദി രേഖപ്പെടുത്തി. ഈ വർഷത്തെ ആദ്യ കുർബാന സ്വീകരണം മെയ് 5 തീയതി നടത്തപ്പെട്ടു. 6 കുട്ടികളാണ് ദിവ്യകാരുണ്യനാഥനെ ആദ്യമായി സ്വീകരിച്ചത്. റവറൻ ഫാദർ അഗസ്റ്റിൻ പയ്യമ്പള്ളി CMI വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ വർഷത്തെ ജപമാല മാസാചരണം ഒക്ടോബർ 18 മുതൽ 27 വരെ ആഘോഷമായി നടത്തപ്പെട്ടു. 3 വർഷത്തെ സുത്യർഹമായ സേവനത്തിന് ശേഷം സ്ഥലം മാറി പോകുന്ന മദർ സുപ്പീരിയർ സിസ്റ്റർ സ്റ്റെല്ലയ്ക്ക് യാത്രയയപ്പ് നൽകി. ഇടവ സമൂഹത്തിനും വിശ്വാസ പരിശീലനത്തിനും സിസ്റ്റർ നൽകിയ സേവനങ്ങൾക്ക് ഇടവ സമൂഹം നന്ദി അറിയിച്ചു. ജൂൺ 2 അഭിമന്യ പിതാവ് ഇടവക സന്ദർശനം നടത്തി. ദിവ്യബലിക്ക് ശേഷം സെമിത്തേരി സന്ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പിതാവ് അധ്യക്ഷത വഹിക്കുകയും കൈക്കാരൻ ഇടവക തലത്തിലുള്ള പൊതുപരിപാടികളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പൊതുയോഗത്തിന് ശേഷം കാറ്റക്കിസം കുട്ടികളെ സന്ദർശിക്കുകയും അവരുടെ പഠനോപകരണങ്ങൾ ആശീർവദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. യുവജനങ്ങളെയും ഭക്ത സംഘടനാ അംഗങ്ങളെയും പിതാവ് അഭിസംബോധന ചെയ്തു സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് രോഗികളായി കഴിയുന്നവരുടെ ഭവനങ്ങൾ സന്ദർശിച്ചു. വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാൾ ജൂലൈ 3 തീയതി സമുചിതമായി ആഘോഷിച്ചു. ഇടവക മധ്യസ്ഥയായ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ജൂലൈ 21 വൈകിട്ട് 5:30 നടന്ന ആഘോഷപരമായ ദിവ്യബലിക്ക് രൂപത പ്രൊക്കുറേറ്റർ ഫാദർ ജെയിംസ് പുൽത്തകടിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് വചന സന്ദേശം നൽകി. ഫാദർ ജോമേഷ് VC സഹകാർമ്മികനായിരുന്നു. ദിവ്യബലിക്ക് ശേഷം വിവിധ ഭക്ത സംഘടനകളും സൺഡേ സ്കൂൾ കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സ്നേഹവിരുന്നോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേശീയ പതാക ഉയർത്തുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. മാതാവിൻ്റെ ജന്മത്തിരുനാൾ സെപ്റ്റംബർ 8 ആഘോഷമായ ദിവ്യബലിയോടുകൂടി ആഘോഷിച്ചു. തിരുനാളിനൊരുക്കമായി 8 ദിവസങ്ങളിൽ മാതാവിൻ്റെ നൊവേന നടത്തി. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ധനസഹായമായി 30,000 രൂപ ഇടവകയിൽ നിന്നും സമാഹരിച്ച് രൂപതയിലേക്ക് നൽകുവാൻ സാധിച്ചു. മിഷൻ പ്രദേശങ്ങളിലായിരിക്കുന്നവരെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കുർബാന ശേഷം ആളുകൾ കൊണ്ടുവന്ന വിവിധ ഉൽപ്പന്നങ്ങൾ ലേലം ചെയ്തു. ലേലം വിളിയിൽ എല്ലാവരും ഉത്സാഹപൂർവ്വം പങ്കെടുത്തു. പിറവി തിരുനാൾ ആഘോഷം കൂടുതൽ അനുഭവവേദ്യമാക്കാൻ ക്രിസ്മസ് ചാരിറ്റി നടത്തി. മൈസൂരിലുള്ള മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ അഗതിമന്ദിരം സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി കലാപരിപാടികൾ നടത്തുകയും അവരോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും ആളുകളിൽ നിന്ന് സംഭാവനയായി സ്വീകരിച്ച തുക കൈമാറുകയും ചെയ്തു.
തിരുപ്പിറവിയുടെ കർമ്മങ്ങൾ രാത്രി 9-ന് ആരംഭിച്ചു. തിരുപ്പിറവിയുടെ കർമ്മങ്ങൾക്ക് ഫാദർ ഷാജി കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡീക്കൻ റോബിൻ വചന സന്ദേശം നൽകി. ഉണ്ണിയേശുവിനെ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം തീയൊഴിച്ചൽ കർമ്മവും നടത്തി. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം കേക്ക് മുറിക്കുകയും കരോൾ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. മണ്ടയിൽ വെച്ച് നടത്തപ്പെട്ട രൂപതാതല ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഇടവകയിൽ നിന്ന് ആളുകൾ പങ്കെടുക്കുകയും പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ ഡിസംബർ 11 മുതൽ 18 വരെ നടത്തിക്കൊണ്ട് ഇടവകയിലെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും പിറവിയുടെ സന്ദേശം എത്തിച്ചു. സാമ്പത്തിക വർഷാവസാനത്തിൽ കുടുംബങ്ങളുടെ മാസവരി സംഖ്യ എല്ലാ കുടുംബങ്ങളും കൃത്യമായി നൽകി ഇടവകയുടെ നടത്തിപ്പിൽ പങ്കാളികളാവുകയും വിജയിപ്പിക്കുകയും ചെയ്തു വരുന്നു. നമ്മുടെ ഇടവകയുടെ ചിലവുകൾ നടത്താൻ ആകെ ആശ്രയം മാസവരി സംഖ്യ മാത്രമാണ്. വിൻസെൻ്റ് പോൾ സൊസൈറ്റി അവരുടെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മൈസൂർ ഗാന്ധിനഗറിലുള്ള ഗവൺമെൻറ് സ്കൂൾ സന്ദർശിച്ച് കുട്ടികൾക്ക് ഷൂസ്, ലഘുഭക്ഷണം എന്നിവ വിതരണം ചെയ്തു. നിർധനരായ 6 കുടുംബങ്ങളെ ദത്തെടുത്ത് അവർക്ക് ആവശ്യമായ അരിയും പലവ്യഞ്ജന സാധനങ്ങളും മുടങ്ങാതെ കൊടുത്തു വരുന്നു. വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ സെപ്റ്റംബർ 29 ഞായറാഴ്ച സമുചിതമായി ആഘോഷിച്ചു. മാതൃവേദി മെയ് 12-ാം തീയതി മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ മാതൃദിനം ആചരിച്ചു. ദിവ്യബലിക്ക് റവറൻ ഫാദർ സുബിൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെട്ട ക്ലാസ്സിൽ മാതൃത്വത്തെക്കുറിച്ചും കടമകളെക്കുറിച്ചും പ്രതിപാദിച്ചു. ബൈബിൾ പകർത്തിയെഴുത്തും വചനമെഴുത്തും KCBC ബൈബിൾ കമ്മീഷൻ നടത്തുന്ന ബൈബിൾ പകർത്തിയെഴുത്തിൽ സ്ഥാപന വിഭാഗത്തിൽ മാതൃവേദിയും കാറ്റക്കിസവും പങ്കെടുത്തു. വചനമെഴുത്ത് മത്സരം മെയ് 18 ശനിയാഴ്ച നടത്തപ്പെട്ടു. ജെന്നി ഡേവിസ്, മിനി തോമസ് എന്നിവർ ഫൊറോണ തലത്തിലുള്ള മത്സരത്തിന് അർഹരായി. രൂപതാ തലത്തിൽ നടത്തപ്പെട്ട ഒക്ടോബർ മാസത്തിലെ കൊന്ത നമസ്കാരത്തിൽ ഇടവകയുടെ ദിവസമായ ഒക്ടോബർ 23-ന് ഇടവക തലത്തിൽ ജപമാലയും ആരാധനയും നടത്തി. പ്രകൃതി ദുരന്തം മൂലം കഷ്ടത അനുഭവിക്കുന്ന വയനാട്ടിലെയും വിലങ്ങാടിലെയും ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ രൂപതാ മാതൃവേദി ഒരുക്കിയ അഖണ്ഡ ജപമാലയിൽ ഈ ഇടവകയിലെ അമ്മമാർ പങ്കുചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ വർഷത്തെ പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. അഭിവന്ദ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ വൃക്ഷത്തൈകൾ ദേവാലയ പരിസരത്ത് നട്ടുകൊണ്ട് പരിസ്ഥിതി ആഘോഷത്തിന് തുടക്കം കുറിച്ചു. സൺഡേ സ്കൂളിൻ്റെ ഔദ്യോഗിക ഇടവകതല ഉദ്ഘാടനം ജൂൺ 2-ന് അഭിവന്ദ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നിലവിളക്ക് കൊളുത്തി നടത്തപ്പെട്ടു. കാറ്റക്കിസം സെമിനാർ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാറ്റക്കിസം സെമിനാർ ജൂൺ 9 ഞായറാഴ്ച നടത്തപ്പെട്ടു. ക്ലാസുകൾക്ക് ഫാദർ ജിബി പനഞ്ചിക്കൽ നേതൃത്വം നൽകി. PTA ഓറിയൻറ്റേഷൻ ക്ലാസും തിരഞ്ഞെടുപ്പും വേദപാഠ കുട്ടികളുടെ മാതാപിതാക്കൾക്കായുള്ള ഓറിയൻറ്റേഷൻ ക്ലാസും ജൂൺ 9-ന് നടന്നു. ഫാദർ ജോമി മേക്കുന്നേൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന PTA ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിൽ ശ്രീ ജോസഫ് ദേവസി പ്രസിഡന്റായും ഡെയ്സി ജോണി സെക്രട്ടറിയായും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ജെയ്സൺ ജോസഫ്, ഡയാന ബോബൻ എന്നിവരെയും ടീച്ചേഴ്സ് പ്രതിനിധിയായി സൗമ്യ ജോസഫിനെയും തിരഞ്ഞെടുത്തു. മിഷൻ ലീഗിൻ്റെ ഇടവക തലത്തിലുള്ള ഉദ്ഘാടനം ജൂലൈ 7-ന് നടത്തപ്പെട്ടു. ഫാദർ ഷാജി കുന്നേൽ, ഡീക്കൻ റോബിൻ, പ്രസിഡന്റ് അലൻ ക്ലീറ്റസ്, സെക്രട്ടറി ഡെൽന ജോണി, ജോയിന്റ് സെക്രട്ടറി അലോണ മരിയ, അനിമേറ്റർ ജോഫിൻ ജോൺ എന്നിവർ സന്നിഹിതരായിരുന്നു. മിഷൻ ഞായറിനോടനുബന്ധിച്ച് വേദപാഠ കുട്ടികളുടെ നേതൃത്വത്തിൽ മിഷൻ റാലി നടത്തി. മിഷൻ ഞായർ ദിവസം കുട്ടികളിൽ മിഷൻ അവബോധം വളർത്തുവാൻ മിഷനെക്കുറിച്ച് ഒരു ചെറിയ സന്ദേശം നൽകി പതാക ഉയർത്തി. തിരുബാലസഖ്യം ഈ വർഷത്തെ ഇടവക തലത്തിലുള്ള തിരുബാലസഖ്യം ജൂലൈ 28-ാം തീയതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. തിരുബാലസഖ്യത്തിൻ്റെ ലീഡേഴ്സായ ലിയോ ബോബൻ, ജീവൽ ജോഫിൻ, അനിമേറ്റേഴ്സ് ജീന ക്ലീറ്റസ്, ജോഫിൻ ജോൺ, വികാരി ഫാദർ ഷാജി കുന്നേൽ എന്നിവർ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കാളികളായിരുന്നു. ഏഞ്ചൽസ് മീറ്റ് ആഗസ്റ്റ് 4 രൂപതാ തലത്തിൽ നടത്തപ്പെട്ട ഏഞ്ചൽസ് മീറ്റിന് ഇടവകയിലെ ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുട്ടികളും പങ്കെടുത്തു. ഫാമിലി ബൈബിൾ ക്യൂസ് കാറ്റക്കിസം ഡിപ്പാർട്ട്മെൻറ്റ് രൂപതാ തലത്തിൽ നടത്തിയ ഫാമിലി ബൈബിൾ ക്യൂസിന് ഇടവകയിൽ നിന്ന് 3 കുടുംബങ്ങൾ പങ്കെടുത്തു. തിരുബാലസഖ്യം രൂപതാ തലത്തിൽ നടത്തപ്പെട്ട തിരുബാലസഖ്യത്തിൻ്റെ വാർഷികത്തിന് തിരുബാലസഖ്യ അംഗങ്ങൾ പങ്കെടുത്തു. കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും അവയെന്ന പിതാവിനോടൊപ്പം ഫോട്ടോ എടുക്കുകയും രൂപതാ തലത്തിൽ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. ഏകദിന ധ്യാനം സൺഡേ സ്കൂൾ കുട്ടികൾക്കായി ഏകദിന ധ്യാനം നവംബർ 17-ന് നടത്തി. ഫാദർ ജോൺ കണ്ടങ്കിരി, ഫാദർ ബിനു കുടുക്കാന്തടത്തിൽ എന്നിവർ ധ്യാനത്തിന് നേതൃത്വം നൽകി. യുവജനങ്ങൾ ഇയർ ഓഫ് കെയറിൻ്റെ ഭാഗമായി ഇടവകയിലെ യുവജനങ്ങൾ ഹിങ്കലിലുള്ള വിമല ടെർമിനൽ കെയർ സെൻറ്റർ സന്ദർശിച്ചു. അന്തേവാസികൾക്ക് വേണ്ടി വിവിധ ഇനം കലാപരിപാടികൾ നടത്തുകയും അവരോടൊപ്പം ഉച്ചഭക്ഷണം പങ്കിടുകയും ചെയ്തു. ബ്ലിസ് ഫെസ്റ്റിനോ 2024
ബ്ലിസ് ഫെസ്റ്റിന് 2024 എന്ന പേരിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ വോളിബോൾ, ക്രിസ്മസ് ട്രീ അലങ്കാരം, ക്രിസ്മസ് കാർഡ് നിർമ്മിക്കൽ, നക്ഷത്ര നിർമ്മാണം, കരോൾ ഗാനമത്സരം എന്നിവ നടത്തി. ഇടവക ജനങ്ങളുടെ സഹകരണത്തോടെ നമ്മുടെ ഇടവക ഒരു മാതൃക ഇടവകയായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സായം സന്ധ്യ ആശംസിക്കുന്നു. ഇപ്പോൾ നമ്മൾ ശ്രവിക്കാൻ പോകുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ് റവൻ ഫാദർ ബിനു കുടുക്കാന്തടത്തിൽ CMIയുടെ അനുഗ്രഹ പ്രഭാഷണമാണ്. നമുക്കേവർക്കും അച്ഛൻ വളരെ സുപരിചിതനാണ്. ബിനു അച്ഛൻ ഇപ്പോൾ CMI സെൻറ്റ് പോൾ പ്രൊവിൻഷ്യൽ ഹൗസ് സുപ്പീരിയറായി സേവനമനുഷ്ഠിക്കുന്നു. അച്ഛൻ നല്ലൊരു ധ്യാനഗുരുവാണ്. അദ്ദേഹം ഒരു ദേശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അതിർത്തി വരെ തൻ്റെ ധ്യാന പ്രഭാഷണങ്ങളിലൂടെ ദൈവജനത്തെ സഹായിച്ചു വരുന്നു. അച്ഛൻ നമ്മുടെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനും 3 മാസം മുൻപ് ധ്യാനം നടത്തിയിരുന്നു. അച്ഛൻ്റെ അറിവിൻ്റെയും അനുഭവജ്ഞാനത്തിൻ്റെയും സമ്പന്നതയിൽ നിന്ന് വരുന്ന സന്ദേശം ശ്രവിക്കാൻ നമുക്ക് കാതോർക്കാം. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കാം. നമുക്ക് ഒരു ഗസ്റ്റ് കൂടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഗസ്റ്റിനച്ചനാണ്. അഗസ്റ്റിനച്ചന് ഹൊന്നമന ഹെഡേ ഞാനിത് പഠിക്കാൻ നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും. നമ്മുടെ തെന്നാട്ടിലച്ഛന് അവിടെ നിന്ന് വന്നാണ്, അച്ഛനിപ്പോൾ സേവനം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വന്നാണ് ഇവിടെ നേരത്തെ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അച്ഛന് ഏറ്റെടുത്തിരുന്ന ഉത്തരവാദിത്തങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അഗസ്റ്റിനച്ചന് ചെയ്യുന്നത്. അഗസ്റ്റിനച്ചനെ ഈ സമൂഹത്തിൻ്റെ പേരിൽ ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യും. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിയച്ച, അഗസ്റ്റിനച്ച, സിസ്റ്റേഴ്സ്, കൈക്കാരന്മാരെ, കമ്മിറ്റിക്കാരെ, മാതാപിതാക്കന്മാരെ, ബ്രദേഴ്സ്, സ്നേഹമുള്ള എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ, പ്രിയമുള്ളവർ, ഒരു വലിയ പ്രസംഗം കേൾക്കാനുള്ളൊരു മനസ്സോടുകൂടിയൊന്നും അല്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ കലാപരിപാടികൾ കണ്ട് സന്തോഷിക്കാനും അവർക്ക് പ്രോത്സാഹനം നൽകുവാനും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നതെന്ന് അച്ഛന് നന്നായിട്ടറിയാം. ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഒരു യാത്ര പോവുകയായിരുന്നു. കുട്ടിക്കാലത്ത് ഇതുപോലെയുള്ള ഇടവകയിലായിരുന്ന സമയത്ത് ഇടവക ദിനത്തിൻ്റെ ഇങ്ങനെ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനും തീഷ്ണതയോടെയുള്ള വലിയ ഒരു സ്റ്റേജിൽ ഇങ്ങനെ കയറിയ വലിയ അഭിമാനത്തോടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച രംഗങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇടവകയുടെ സമ്പത്ത് അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ ഒരു ഇടവക ദിനത്തിൻ്റെ കൂട്ടായ്മയാണ്. ഇവിടെ എല്ലാ ഇടവക ജനങ്ങളും ഒന്ന് ചേർന്ന് ഒരേ മനസ്സോടെ പരിപാടികൾ അവതരിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും എല്ലാ തരത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് ഒരേ മനസ്സോടെ ഇവിടെ ആയിരിക്കുന്നത് തന്നെ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഇടവക ദിനങ്ങളാണ് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. ഈ ഇടവക ദിനങ്ങളുടെ ആഘോഷങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളഞ്ഞു പോകരുത്. എല്ലാ വർഷവും ഇങ്ങനെ കുട്ടികളുടെ കലാപരിപാടികൾക്ക് അവതരിപ്പിക്കാനും മാതൃവേദി, പിതൃവേദി, കുട്ടികൾ, അങ്ങനെ എല്ലാവരുടെയും കലാപരിപാടികൾ അവതരിപ്പിച്ച് ആ കൂട്ടായ്മയെ നമ്മൾ ഒന്നു ചേർന്ന് കൈപിടിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഒരു ഇടവക അതിൻ്റെ പൂർണ്ണതയിൽ മുന്നേറുന്നതെന്ന് തോന്നാറുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഇടവക ദിനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രചോദനങ്ങളൊക്കെയാണ് എൻ്റെ ദൈവവിളിയുടെ പ്രധാന കാതലെന്ന് എനിക്ക് സഭയിൽ വന്നേ പിന്നെ തിരിച്ചു ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇടവകയിൽ
കാറ്റീസത്തോട് ചേർന്ന് ചെയ്ത അല്ലെങ്കിൽ യൂത്ത് പ്രോഗ്രാമിനോടൊക്കെ ചേർന്ന് ചെയ്ത ആ കലാപരിപാടികളുടെ നല്ല ഓർമ്മകളും അന്ന് മനസ്സിൽ കൊണ്ടു നടന്ന ഒരു തീഷ്ണതയുമൊക്കെയാണ് പിന്നീട് ഒരു വൈദികനായി തീരാൻ വേണ്ടി എനിക്ക് പ്രചോദനം നൽകിയതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഇങ്ങനെയൊരു കലാപരിപാടികൾ അവതരിപ്പിച്ചതുകൊണ്ട് കുട്ടികളുടെ മനസ്സിൽ തീഷ്ണത കൂടുവോ അതൊക്കെ ഉണ്ടോ എന്ന്. സത്യം പറയുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ അറിയാതെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിത്ത് പാകുകയാണ് നമ്മൾ. ഒരു വിശ്വാസത്തിൻ്റെ ദൃഢത അവരുടെ മനസ്സിൽ കെടാതെ കത്തി നിൽക്കും. അത് അവരെ ഈ ലോക ജീവിതത്തിൽ വഴിതെറ്റി പോകാതിരിക്കാനായിട്ട്, ദൈവത്തിൻ്റെ പ്രചോദനം ഉൾക്കൊള്ളുവാനായിട്ട് അവരെ ശക്തരാക്കുന്നതാണ് ഇങ്ങനെയുള്ള ഇടവക കൂട്ടായ്മയും കലാപരിപാടികളുമൊക്കെ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുവാനും നമ്മുടെ കുട്ടികളിൽ വിശ്വാസത്തിൻ്റെ തീഷ്ണത വളർത്തുവാനും ഇടവക ജനങ്ങൾ ഒന്നു ചേർന്ന് ഒരേ മനസ്സോടെ മുന്നേറുവാനുമൊക്കെ ഈ ഇടവക ദിനം കാരണമാകുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു മഹനീയമായ മുഹൂർത്തം അല്ലെങ്കിൽ ഇന്നേ ദിവസം കൂടുതൽ തീഷ്ണതയോടെ ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതുമാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. എല്ലാവരുടെയും പങ്ക് സ്തുത്യർഹമാണ്. അവരുടെ ഒന്നു ചേർന്നുള്ള ഈ ഒത്തുചേരൽ കൂടുതൽ അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. നല്ല ദിവസം, തീഷ്ണതയുള്ള ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കുട്ടികളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. അവരുടെ മനസ്സിൽ ഒരു നല്ല തീഷ്ണതയുള്ള ദൈവസ്നേഹത്തിൻ്റെ വിത്ത് പാകുന്ന ഒരു ദിവസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവരും ഈ പരിപാടികൾ നന്നായിട്ട് ആസ്വദിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഇടവകയോട് ചേർന്ന് നിൽക്കുക. അങ്ങനെ ഈ ഇടവക ദിനത്തിന് പിന്നിൽ അധ്വാനിച്ച വികാരിയച്ഛനെയും സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും അതുപോലെ തന്നെ കാറ്റീസം ടീച്ചേഴ്സിനെയും ഇടവകയിലെ കൈക്കാരന്മാരെയും കമ്മിറ്റിക്കാരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഈ ദിനത്തിൻ്റെ ഇന്നത്തെ ദിവസം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഈ ഉദ്ഘാടനം നടത്തിയ ബിനുവച്ചന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അച്ഛന് ഉടനെ പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മദർ സുപ്പീരിയറിനെ വിട്ടുപോയി. സിസ്റ്റർ നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. അത് സിസ്റ്ററിന് വണ്ടി വരാൻ താമസിച്ചുകൊണ്ടാണ്. ഞാനവർക്ക് ധ്യാനമൊക്കെ കൂടി ആവശ്യതയായതുകൊണ്ടാണ് വരാതിരുന്നത്. അപ്പോൾ അത് വണ്ടി വരാൻ താമസിച്ചുകൊണ്ട്, എന്നാലും സിസ്റ്റർ വന്നു കഴിഞ്ഞ് ഉടനെ തന്നെ ഇവിടെ എത്തി. അപ്പം പ്രത്യേകമായിട്ട് സ്വാഗതം. അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛന് ഫാദർ അമർനാഥനുണ്ട് ഇവിടെ. ഫാദർ, വി ഓൾസോ വെൽക്കം യു. താങ്ക് യു.